അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിൽ ആനന്ദം, ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം. സുഭാഷിതം. ഹോശേയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് അവരോട് പറയും. Yet the number of the children of Israel shall be as the sand of the sea, which cannot be measured or numbered. And it shall come to pass in the place where it was said to them, You are not my people, there it shall be said to them, You are sons of the living God. പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ പകരം പറയുന്നവർ എന്നർത്ഥം. ദൈവത്തിന് പകരമായി ജനത്തോട് സംസാരിക്കുന്നവർ. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രയേലിനെ വിഗ്രഹാരാധന, അശുദ്ധി ഇവയിൽ നിന്ന് മോചിപ്പിക്കുവാനും അനുസരിക്കാത്തവർക്ക് ശിക്ഷയുണ്ടെന്ന് അറിയിക്കുവാനും മനം തിരിയുന്ന ഒരു ചെറിയ ശേഷിപ്പിലൂടെ എല്ലാവരെയും രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായി മശിഹ വരുമെന്നും വിളംബരം ചെയ്യുന്ന ശുശ്രൂഷകളാണ് പ്രവാചകന്മാർ ചെയ്തിരുന്നത്. ഏകദേശം 400 വർഷക്കാലം പ്രവാചകന്മാർ പ്രവചിച്ചു. വേദപുസ്തക പണ്ഡിതാക്കൾ പ്രവാചക പുസ്തകങ്ങളെ 3 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. ബാബേൽ പ്രവാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വിഭജനം. അവയെ പ്രവാസത്തിന് മുമ്പുള്ളവയെന്നും പ്രവാസകാല പ്രവചനങ്ങളെന്നും പ്രവാസാനന്തരമുള്ളവയെന്നുമാണ്. പ്രവാചക പുസ്തകങ്ങളുടെ വലിപ്പം പരിഗണിച്ച് വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാര് എന്നുള്ള മറ്റൊരു വിഭജനവുമുണ്ട്. നാം ഇതുവരെ ചിന്തിച്ചു കൊണ്ടിരുന്ന യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ ഇവരെ വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് പരിഗണിച്ചിരിക്കുന്നത്. നാം ഇന്ന് ചിന്തിക്കുന്ന ഹോശേയ പ്രവചനം പ്രവാസകാലത്തിന് മുമ്പുള്ളവയും ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലുള്ളവയുമാകുന്നു. നാം വായിച്ച 10-ാം വാക്യം പുനഃസ്ഥാപനത്തിന്റെ ഒരു വാഗ്ദാനമാണ്. ഒരിക്കൽ നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് പറഞ്ഞ് ദൈവം അവരോട് കരുണ കാണിച്ചില്ല. അവരുടെ മേൽ ദൈവം ന്യായവിധി അയച്ചു. പക്ഷേ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ന്യായവിധി എന്നേക്കും നിലനിൽക്കില്ല. ഒരു ദിവസം ഇസ്രായേൽ യഹോവയെങ്കിലേക്ക് മടങ്ങുകയും വീണ്ടും ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള വാഗ്ദാനമാണ് നാം വായിച്ചു കേട്ടത്. ശൗൽ, ദാവീദ്, ശലോമോൻ എന്നീ രാജാക്കന്മാരുടെ കാലത്ത് ഒന്നായി നിന്ന ഇസ്രായേൽ രാഷ്ട്രം ശലോമോന്റെ മകനായിരുന്ന രഹബയാമിന്റെയും യൊരബയാമിന്റെയും ആഭ്യന്തര യുദ്ധം മൂലമുണ്ടായ വിഭജനം ഒരു ദിവസം മായ്ക്കപ്പെടുന്ന തരത്തിൽ പൂർണ്ണമായ ഒരു പുനഃസ്ഥാപനം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇസ്രയേലിന്റെ അവിശ്വസ്തതയ്ക്കിടയിലും ഇസ്രയേലിനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത. ദൈവം മനുഷ്യന്റെ തിന്മയ്ക്കെതിരെ ന്യായമായ ന്യായവിധി കൊണ്ടുവരുമ്പോൾ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹം തകർക്കാനാവാത്തതും അവന്റെ ആത്യന്തിക ലക്ഷ്യം ജനത്തെ രക്ഷിക്കുക എന്നുള്ളതുമാണെന്ന് ഹോശേയ പ്രവചനത്തിന്റെ സന്ദേശം വെളിപ്പെടുത്തുന്നു. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കൃപയാൽ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനം ലഭിക്കുവാനും ദൈവത്തിന്റെ മക്കളായി തീരുവാനും സകല മനുഷ്യജാതികൾക്കും അവിടുന്ന് കൃപ ചെയ്തു. ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. റോമർ 11:11 പറഞ്ഞിരിക്കുന്നത്, അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ. നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. യേശു ക്രിസ്തുവിലൂടെ യഹൂദജനത്തെയും യഹൂദന്മാരല്ലാത്ത യേശുവിൽ വിശ്വസിക്കുന്ന സകല ജാതികളെയും ഒന്നാക്കി തീർക്കുവാനുള്ള കാലം ആസന്നമായിരിക്കുന്നു. ആകയാൽ യേശുവിൽ വിശ്വസിച്ച് തൻ്റെ മക്കളായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം.
God bless you all with these words. ക്രൂശിലൻ യേശുവിൻ യാഗം എൻ പാപത്തിൻ മോചനം. ക്രൂശിൽ